സുഹൃത്തുക്കളെ, ഞാൻ കുറച്ച് തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ ഇവിടുത്തെ ഈ നൃത്തരൂപങ്ങളൊന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ പുറകെ നിൽക്കുന്ന കണ്ടോ, ഇത് കൂടിയാട്ടം എന്നുള്ള കലാരൂപമാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ കൂടിയാട്ടം എഴുതി വെച്ചിട്ടുണ്ടോ, കൂടിയാട്ടം. പിന്നെ ഇത് രണ്ടും കൂടിയാട്ടമാണ്. എന്നാലും ഇവിടെ എടുക്കുന്നതിന് വലിയ നിബന്ധനകളൊന്നുമില്ല കേട്ടോ. ഇനി അടുത്ത നൃത്തരൂപത്തിലേക്ക് പോവാം. ഇത് പടയണി എന്നുള്ള കലാരൂപമാണ് കേട്ടോ, പടയണി. അപ്പോൾ ഈ പടയണി നമ്മൾ ഈ കലാരൂപങ്ങളൊക്കെ ഇവിടെ RLV കോളേജ് ഓഫ് മ്യൂസിക് ഉണ്ട് ഇവിടെ അടുത്ത്. മ്യൂസിക് ആൻഡ് ഫൈൻ ആർട്സാണ്. പ്രതിമ നിർമ്മാണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അവരുണ്ടാക്കി വെച്ചാന്ന് തോന്നുന്നു. ഏതായാലും പടയണി എന്നുള്ളത് ഇതാ ഇവിടെ പടയണിയാണെന്ന് പറയാൻ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, പടയണി. അപ്പോൾ ഇനി നമ്മുടെ എല്ലാവരും അറിയാം ചാക്യാർ കൂത്ത് ഉണ്ടോ. അപ്പോൾ ചാക്യാർ ഇങ്ങനെ കൂത്ത് പറയുകയാണ് കേട്ടോ. അപ്പോൾ ചാക്യാരുടെ മനോഹരമായൊരു നൃത്തരൂപമാണ് കേട്ടോ ചാക്യാർ കൂത്ത്. കൂത്ത് കേട്ടിട്ടില്ലേ? പുരാതന കഥാപ്രസംഗമാണ് ചാക്യാർ കൂത്ത് അല്ലേ. ഓക്കെ, ചാക്യാർ കൂത്ത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, ചാക്യാർ കൂത്ത്. അപ്പോൾ ഇനി അടുത്ത രൂപം നോക്കൂ, ഇത് മോഹിനിയാട്ടമാണ് അല്ലേ. മോഹിനിയാട്ടത്തെ പറ്റി നമ്മൾ ഒരുപാട് വിവാദങ്ങളൊക്കെ കേട്ടിട്ടുണ്ടല്ലേ, RLV ഒരു ആയിട്ട് ബന്ധപ്പെട്ട് അല്ലേ. കണ്ടോ മോഹിനിയാട്ടം കണ്ടോ, നല്ല ഒരു മോഹിനിയുടെ ഇതാ മോഹിനിയാട്ടം. എൻ്റെ താഴെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, ഇതാ മോഹിനിയാട്ടം. ഇനി നമ്മൾ അടുത്ത മോഹിനിയാട്ടത്തിന് എടുത്തിട്ട് പോവാം. ഇത് നങ്ങ്യാർ കൂത്താണ്, നങ്ങ്യാർ കൂത്ത്. ഇതാണ് നങ്ങ്യാർ കൂത്ത്. ഇനി അടുത്ത രൂപം ഇതാണ് ഓട്ടംതുള്ളലിൻ്റെ രൂപമാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ പ്രതിമകളാണ് കേട്ടോ, മെഴുക് പ്രതിമകൾ. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഓട്ടംതുള്ളൽ കേട്ടോ. അടുത്ത രൂപത്തിലേക്ക് പോവാം. തെയ്യം. ഇതാ തെയ്യം, ഇടയിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് തെയ്യം കേട്ടോ. അടുത്തത് നമ്മുടെ കഥകളി. കഥകളിയുടെ രണ്ട് രൂപങ്ങളുണ്ട് കേട്ടോ.